തിരുവനന്തപുരം അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയത്തിലേക്ക് കാർഗോ കണ്ടു കഴിഞ്ഞാൽ, എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. 112-ൽ വിളിച്ചറിയിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും. ഇപ്പോൾ സാധ്യത കൂടുതൽ വടക്കൻ കേരള തീരത്തിലേക്കാണ്. കാരണം ഇപ്പോഴത്തെ അത് വീണ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഇൻകോയ്സിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ശരത് ആപ്ലിക്കേഷനിൽ വടക്കൻ തീരത്തേക്കാണ് എത്താൻ സാധ്യതയായി പ്രോബബിലിറ്റി കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. ചിലപ്പോൾ കാർഗോ തെക്കോട്ടങ്ങൊഴുകി നമ്മളുടെ കടൽ തീരത്ത് നിന്നേ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദയവായി ഈ വിവരം അറിയിക്കുന്നു. ആരെങ്കിലും ഇത് കണ്ടാൽ തുടരുത്, അടുത്തു പോകരുത്. 112-ൽ വിളിച്ചറിയിക്കുക. അതിന് ഉചിതമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് മാത്രം അറിയിക്കും. ഇല്ല, അത്തരം വിവരങ്ങൾ നമ്മളുടെ ഒരു മാൻഡേറ്റിൽ വരുന്ന കാര്യമല്ല. കടലിനുള്ളിലുള്ളതാണ്, കോസ്റ്റ് ഗാർഡിൻ്റെ ചുമതലയിൽപ്പെടുന്ന വിഷയമാണ്. നമ്മൾക്ക് അറിയിക്കാനുള്ളത് ദയവായി പൊതുസമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ്. അത് തുടരുത്, അടുത്തേക്ക് പോകരുത്, എണ്ണപ്പാടയിൽ പോലും സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കൗതുകം കാണും, എണ്ണയൊക്കെ തീരത്ത് കിടക്കുന്നത് കാണുമ്പോൾ അത് സ്പർശിക്കരുത്. അപ്പോൾ തന്നെ 112-ൽ അറിയിക്കുക. അതിന് വേണ്ടുന്ന നടപടികൾ നമ്മൾ വെരി ലോ സൾഫർ കണ്ടന്റ് ഉള്ള ഓയിലാണ്. അത് എന്ത് തരത്തിൽ മനുഷ്യന് അപകടകരമാകുമെന്നുള്ളത് നമ്മൾക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് PCBയിൽ നിന്ന് വ്യക്തമായി അനലൈസ് ചെയ്ത് അറിയിക്കും. ഇത് മനുഷ്യൻ്റെ ശരീരത്തിനോടുള്ള അപകടമാണോ, അല്ലെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റത്തിനുള്ള അപകടമാണോ, ഇത് ഫ്ലാമബിൾ ആണോ, ഈ കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഞാൻ അറിഞ്ഞ് ഏതാണ്ട് 10 മിനിറ്റിനുള്ളിലാണ് മാധ്യമങ്ങൾക്ക് ഇത് അറിയിക്കാനുള്ള അനുമതി ലഭിച്ചത്. അപ്പോൾ തന്നെ ഇത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്നതനുസരിച്ച് ഇനിയും ഉയർന്ന തലങ്ങളിൽ നിന്ന് നിങ്ങളെ അറിയിക്കും. നമ്മൾക്കൊരു ഞാൻ എപ്പോഴാണ് മെസ്സേജ് ഇട്ടത്, ആ മെസ്സേജ് ഇട്ടതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ഈ വിവരം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ എല്ലാ കളക്ടറേറ്റുകളെയും, തീരദേശത്തെ കളക്ടറേറ്റുകളെയും, ഫിഷറീസിനെയും കോസ്റ്റൽ പോലീസിനെയും എല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ തീരം നിരീക്ഷിക്കണമെന്ന് പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മളുടെ സംവിധാനങ്ങളുടെ കണ്ണെത്തിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൊതുസമൂഹത്തിനോടും പറയുന്നത്, ദയവായി തുടരുത്, ദയവായി അതിനടുത്തേക്ക് പോകരുത്. 112-ൽ വിളിച്ചറിയിക്കുക ഇത് കണ്ടാൽ. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശ്രീ ശേഖർ കുര്യാക്കോസ് പങ്കുവച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന വിവരമാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രദ്ധയുണ്ടാകണം. ഒരുപക്ഷെ അത് നമ്മുടെ തീരത്തടിയാതെ പോകാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒരു അപകട സാധ്യത മുൻകൂട്ടി കണ്ട് വേണ്ട മുന്നൊരുക്കം നടത്തുക എന്നതാണ്. ആരാൻദർശൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നൽകേണ്ട കാര്യങ്ങൾ, മുന്നറിയിപ്പുകൾ ഒക്കെ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങളാണ് കൃത്യമായി ജാഗ്രത പുലർത്തേണ്ടത്. സർക്കാർ തലങ്ങളിൽ നിന്നുള്ള ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ എങ്ങനെയാണ്? വലിയ തോതിൽ ഈ കാർഗോ പുറത്തേക്ക് കടലിലേക്ക് വീണിട്ടുണ്ട്. അത് ഇപ്പോൾ നൽകുന്ന വിവരപ്രകാരം VLSFO 367.1 മെട്രിക് ടൺ ആണ് കടലിലേക്ക് വീണിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറൈൻ ഗ്യാസ് ഓയിൽ 84.4 മെട്രിക് ടൺ ആണ് കടലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി കാർഗോകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ശേഖർ കുര്യാക്കോസ് പറയുന്ന സ്ഥിതിയിലാണെങ്കിൽ വടക്കൻ കേരളത്തിലേക്കാണ് അത് വരാനുള്ള സാധ്യതയുള്ളത്. നിലവിൽ അതിൻ്റെ ഒരു പരിശോധന നടത്തുമ്പോൾ അതല്ലാതെ ഇവിടേക്ക് വരാതെ മാറി ഒഴുകി പോകാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും തീരദേശത്ത് കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികളൊക്കെ കോസ്റ്റ് ഗാർഡാണ് നടത്തേണ്ടത്. ഏതായാലും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് കേരള സംസ്ഥാനത്തിന് അറിയിപ്പ് നൽകി. അതുടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളിലേക്ക് മാധ്യമങ്ങൾ വഴി എത്തിക്കുകയും ചെയ്തു. ഇനി ജനങ്ങളാണ് ജാഗ്രത പാലിക്കേണ്ടത്. ഒരു കാരണവശാലും എണ്ണപ്പാടകൾ രൂപപ്പെട്ടാലോ അതല്ലെങ്കിൽ അസ്വാഭാവികമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെയ്നറുകൾ തീരദേശത്ത് കണ്ടാലോ, കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടാലോ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ, വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ആ പ്രദേശത്തേക്കേ പോകരുത്, അതിനടുത്തേക്ക് പോകരുത് എന്നുള്ളതാണ്. ഈ കാണുന്ന ദൃശ്യത്തിൽ തന്നെ കാർഗോയ്ക്കൊപ്പം എന്തോ ഒരു നീല കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. നിലവിൽ തന്നെ കടലിൽ പരന്നൊഴുകി തുടങ്ങിയിരിക്കണം തോന്നുന്നു, അല്ലേ?
തീർച്ചയായിട്ടും അതൊരു വ്യത്യാസം കടലിൽ കാണാനുണ്ട്. അപ്പോൾ അത് വലിയ കടൽക്ഷോഭം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർഗോകളൊക്കെ ലീക്കാവാനുള്ള സാധ്യതയുമുണ്ട്. അത് ആ ഒഴുക്കിനനുസരിച്ച് കടലിൻ്റെ ഇപ്പോൾ മൺസൂൺ കൂടി വരുന്ന സമയത്ത് അതിൻ്റെ ഒഴുക്ക് പ്രവചനാതീതമാണ്. അപ്പോൾ അത് ഏത് ദിക്കിലേക്കാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീർച്ചയില്ല. ഏതായാലും കൂടുതൽ സാധ്യത വടക്കൻ കേരളത്തിലേക്ക് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റുകൾക്കും പോലീസ് സ്റ്റേഷനുകൾക്കും കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാട്ടുകാർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ ജനങ്ങളോട്, പ്രത്യേകിച്ച് തീരപ്രദേശത്തുള്ളവരോട് ഈ മുന്നറിയിപ്പുകൾ ദയവായി ശ്രദ്ധിക്കുക എന്ന് വീണ്ടും പറയുക.